ഇന്നലെ വരെയുള്ള അപ്ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ ഉച്ചവരെയുള്ളത് വാൻഹായ് 503 എന്ന സിംഗപ്പൂർ ഫ്ലാഗ് വെസൽ, അത് 44 നോട്ടിക്കൽ മൈൽ, അതായത് 81 കിലോമീറ്റർ, ഏകദേശം 81 അഴീക്കൽ തുറമുഖത്തിൽ നിന്നും 230 ഡിഗ്രി മാറി കടലിൽ വെച്ച് തീപിടുത്തം ഉണ്ടാവുകയും, അപ്പം അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അവിടെയുള്ള 1-2 മർച്ചൻ്റ് ഷിപ്പിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുകയും, അതേപടി കോസ്റ്റ് ഗാർഡിൻ്റെ അസറ്റുകൾ, അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റുകളും അതേപോലെ തന്നെ ഷിപ്പുകളും അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാനുണ്ടായി. അപ്പം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൊത്തം 22 ക്രൂവിൽ 18 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നാണ് കോസ്റ്റ് ഗാർഡും നേവിയും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 10:50 മാംഗ്ലൂർ തുറമുഖത്ത് ഇന്ത്യൻ നേവിയുടെ ഡിസ്ട്രോയർ കപ്പലായിട്ടുള്ള INS സൂറത്തിൽ ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ മംഗലാപുരത്ത് ന്യൂ മാംഗ്ലൂർ പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അതാണ് രാത്രി കിട്ടിയ അപ്ഡേറ്റ്. അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൽ നിന്നുള്ള ടോപ്പ് ഓഫീസേഴ്സുമായിട്ട് നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീ കണ്ടിന്യൂ ആണ്. അവിടെ കപ്പലിലെ തീ അണക്കാൻ പറ്റിയിട്ടില്ല. കാരണം അണക്കാൻ പറ്റാത്തതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് കപ്പലിലുള്ള കാർഗോ ആണ്, പിന്നെ വിൻഡ് ഡയറക്ഷൻ, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫയർ, ഇതൊക്കെ ഘടകങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലെ 6:30 കൊച്ചിയിൽ നിന്നും കമ്പനിയുടെ സാൽവേജ് ടീം പ്രത്യേക ടഗ്ഗിൽ കപ്പലിൻ്റെ പുറപ്പെടുമെന്നുള്ള അറിയിപ്പ് എനിക്ക് ഇന്നലെ മോർണിംഗിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ടോപ്പ് ഓഫീസേഴ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം സാൽവേജ് ടീം ഇന്ന് ഡിപ്ലോ ആകും. അതേപോലെ തന്നെ ഈ സാൽവേജ് ടീം ചില അവസരത്തിൽ ഷിപ്പിൻ്റെ ഡയറക്ഷൻ അത് പുഷ് ചെയ്തിട്ട് കാറ്റിൻ്റെ ഗതിക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ വെക്കാനോ, അതല്ലെങ്കിൽ ടോ ചെയ്തിട്ട് സേഫായിട്ടുള്ള ഭാഗത്തേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനോ, അതല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിൽ വീഴുന്നു എന്ന് പറയപ്പെടുന്ന 25ഓളം കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകളെ കടലിൽ തന്നെ റിക്കവറി ചെയ്യാനും അവർ ശ്രമിക്കും. അപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് തന്നെ റിക്കവറി ചെയ്താൽ നമ്മളുടെ തീരപ്രദേശത്തുണ്ടാകുന്ന മലിനീകരണം ഒരു അളവ് വരെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 1.2 തൊട്ട് 1.4 നോട്ട്സ് കറണ്ടാണ് സൗത്ത് ഈസ്റ്റ് വെള്ളി ഡയറക്ഷൻ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ് കടലിലുള്ള കറണ്ട് ഒഴുകുന്നത്. അപ്പം ഇങ്ങനെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കടലിൽ തന്നെ നമുക്കത് ടോ ചെയ്തിട്ടോ മറ്റോ എടുത്ത് സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറ്റിയാൽ നമുക്ക് കോസ്റ്റൽ പൊല്യൂഷൻ തടയാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് തെക്കൻ ജില്ല, പ്രത്യേകിച്ച് മധ്യ കേരളം തെക്കൻ ജില്ല, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ, എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം മെജോറിറ്റി പ്രൊഡിക്ഷൻ ഇതാണ്. നമ്മൾ MSC അൽസാത്രിയുടെ കാര്യത്തിലും ഇതേ കറണ്ടിൻ്റെ ഡയറക്ഷനായിരുന്നു. അത് ആലപ്പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്ത് 14 നോട്ടിക്കൽ മൈൽ ദൂരെയായിരുന്നു മുങ്ങിയത്. അപ്പോൾ അവിടെ നിന്നുള്ള കറണ്ടിൻ്റെ പ്രൊഡിക്ഷൻ നമ്മൾ കൊല്ലം ജില്ലയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ 90% കൊല്ലത്തായിരുന്നു വന്നത്. പിന്നെ ശക്തമായ മൺസൂണിൻ്റെ വ്യതിചലനങ്ങൾ ഈ നമ്മളുടെ പ്രൊഡിക്ഷനെ ചെറിയ രീതിയിൽ ബാധിക്കും. പക്ഷേ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂർ അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ ഈ കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് റിക്കവറി ചെയ്തിട്ടില്ലെങ്കിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മോർണിംഗിൻ്റെ അപ്ഡേറ്റാണ്. ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പോർട്സ്, കേരള മാരിടൈം ബോർഡിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പോർട്സ് ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് സാറുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. 2 തവണ സംസാരിച്ചിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മാരിടൈം ബോർഡിൻ്റെ ചെയർമാൻ NS പിള്ള IAS, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹവും അതേപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പോർട്സ് ക്യാപ്റ്റൻ അശ്വിനി പ്രതാപും കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലെ വേരിയസ് ഏജൻസികളുടെ കൂടിയ ഒരു മീറ്റിംഗ് ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. അത് ഏകദേശം 10:30 നടക്കുന്നത്. വേരിയസ് മീറ്റിംഗാണ് നടത്തുന്നത്. അപ്പം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം DG ഷിപ്പിംഗ് നേരിട്ടാണ് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം DG ഷിപ്പിങ്ങിൻ്റെ ഓഫീസ് കൊച്ചിയിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലാണുള്ളത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രിൻസിപ്പൽ മെർക്കൻ്റൽ മറൈൻ ഓഫീസർ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യും. അപ്പം കേന്ദ്ര സംസ്ഥാനത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട വിഭാഗങ്ങളും
ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളും അതേപോലെ തന്നെ കപ്പലിലുള്ള ഫയർ ഫൈറ്റിങ്ങും അതിനുള്ള അനന്തരഫലങ്ങളും അതിനെന്ത് പ്രതിവിധികൾ ചെയ്യണമെന്നും എല്ലാം ഒരു മീറ്റിംഗ് സിവിൽ അതേപോലെ തന്നെ ഡിഫൻസ് കോസ്റ്റ് ഗാർഡൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇന്നൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് 10:00. അപ്പം കൂടുതൽ വിവരങ്ങൾ ആ മീറ്റിങ്ങിന് ശേഷമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാരണം റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ന്യൂ മാംഗ്ലൂരാണ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇഞ്ചൂർഡ് ആയിട്ടുള്ള ആളുകൾ എത്തിച്ചതും അതേപോലെ രക്ഷിച്ചവർ എത്തിച്ചത്. അത് അവിടെ എത്തിച്ചത് നേവിയാണ്. അപ്പോൾ നേവി ഡിപ്ലോയ് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ കോസ്റ്റ് ഗാർഡിൻ്റെ വെസലുകൾ ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കണം നേവി ന്യൂ മാംഗ്ലൂർ പോർട്ടിലേക്ക് ഇവരൊക്കെ എത്തിച്ചിരുന്നത്. നേവിയുടെ വെസൽ തന്നെ മിനി ഹോസ്പിറ്റൽ അടക്കം ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള സജ്ജീകരണങ്ങളുള്ള കപ്പലായതുകൊണ്ട് തന്നെ അവർക്കുള്ള പ്രാഥമികവും അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് നേവിക്ക് തന്നെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ സെർച്ച് ആൻഡ് റെസ്ക്യൂവിലും അതേപോലെ തന്നെ ഫയർ ഫൈറ്റിങ്ങിലും അതേപോലെ തന്നെ മലിനീകരണത്തിനുള്ള റെസ്പോൺസിലും എക്സ്പെർട്ടാണ്, കഴിവുള്ളവരാണ്. അത് അവർക്ക് മെറ്റീരിയൽസ് ആയാലും അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആയാലും അതിൽ പ്രാവീണ്യമുള്ളവരാണ്. അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സും ഉണ്ട്. അതുപോലെ ജനങ്ങൾക്കും അവിടെയുള്ള ജീവനക്കാർക്കും ട്രെയിനിങ് സിദ്ധിച്ചവരാണ് കോസ്റ്റ് ഗാർഡിൻ്റെ. അതാണ് മറ്റൊരു അപ്ഡേറ്റ്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഇതിനെ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികളുടെ ഒരു ഏകോപന മീറ്റിംഗ് നേരിട്ട് ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ നേരിട്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് രാവിലെ 7 മണിക്ക് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്.